നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റൂട്ടാണ്ട് ഇത്. നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 1 മണിക്കൂർ ബ്ലോക്കായിരുന്നു കേട്ടോ റോഡ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വന്നത് വേറൊന്നും കൊണ്ടല്ല. ഈ റൂട്ട് നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ ബോർഡ് എവിടെയോ മിസ്സായിട്ടാ കേരള ടോൾ ഇന്ത്യ. അപ്പോൾ അത് അന്വേഷിച്ചുള്ള വരവായിരുന്നു. പക്ഷേ എവിടെയും കിട്ടിയില്ല. അങ്ങനെ വന്ന വഴിക്ക് നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ സ്ഥലം കിട്ടി. കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് അവിടെ. അങ്ങനെ അവിടെ നിന്ന് എണീച്ച് പയ്യെ ഇറങ്ങാറായി. നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ ബാക്കിലെ ബോർഡാണ് മിസ്സായത്. കാരണം പിന്നെ ഫ്രണ്ടിലെ ബോർഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണ്. കാരണം ബാക്കിലെ ബോർഡ് ഇല്ലാണ്ട് എന്തോ രസമില്ല കേട്ടാ. ഈ ഒരു സാധനങ്ങൾ നമ്മുടെ സജി സാറന്ന് കേട്ടാ ആസാം റൈഫിലുള്ള. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ പോണത് ഇംഫാലിലേക്കാണ്. അപ്പോൾ പോകണമെങ്കിൽ ഒരു ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ടയേർഡായിട്ടാണ്. കാരണം നല്ല കയറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലെന്ന് പറയുന്നത് അപാര വെയിലാണ്. നാട്ടിലേക്കാളും വെയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നൊക്കെ ഒരു സ്ഥലം കിട്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി. നല്ല തണലൊരു സ്ഥലമുണ്ടാകും. ബാക്കിയെല്ലാം എല്ലായിടത്തും നല്ല വെയിലാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആകെ വെള്ളമുണ്ട് ഈ കാണുന്നത്. അര ബോട്ടിൽ വെള്ളമുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകണ വഴിക്ക് നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് നമുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളും കിട്ടിയിട്ടാ. അടുത്തൊരു CRPFൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫില്ല് ചെയ്ത് ഈ ഒരു കയറ്റമാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അതിൻ്റെ അടിയിലാണ് CRPFൻ്റെ ക്യാമ്പ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പയ്യെ വന്ന വഴിക്ക് വേറൊരു പുള്ളീനെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു, വാ വണ്ടിയിൽ കയറ്റിക്കോ, ഞാൻ ഇംഫാൽ കൊണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പയ്യെ പയ്യെ വന്നോളാം എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ വന്ന വഴിക്ക് ഒരു CRPFൻ്റെ ക്യാമ്പുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്തേണ്ട. അങ്ങനെ ഇന്നത്തെ ഉറക്കവും ഫുഡും കാര്യങ്ങളെല്ലാം ഈ ഒരു CRPFൻ്റെ ക്യാമ്പിലാണ് കേട്ടോ.